അപ്പോൾ ഇന്ന് നമുക്കൊരു വിൻറ്റേജ് എൻവലപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എന്താ സംഭവം പറഞ്ഞാൽ ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമല്ലോ, പണ്ട് കാലത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പ്രണയിക്കണവർ ലവേഴ്സൊക്കെ അവൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തൊക്കെ എഴുതുമ്പോൾ ഇട്ട് കൊടുത്തിരുന്ന ഒരു കവറ്. എന്തായാലും ഇപ്പം എന്താ, നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാല്ലേ. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ഒരു A4 ഷീറ്റും പിന്നെ ഒരു കോഫി പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിൻറ്റേജ് തീം വരാൻ വേണ്ടിയിട്ടാണ് കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ കോഫി പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചായപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കോഫി പൗഡർ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണം എന്നില്ലല്ലോ, ചിലവരുടെ വീട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ചായപ്പൊടി കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കൂടുതൽ ചായപ്പൊടി ഇട്ടാൽ ഇങ്ങനെ കളറിൽ കിട്ടും. എന്നിട്ട് ആ തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മുടെ A4 ഷീറ്റിൽ എല്ലാത്തിലും ബ്രഷ് ഉപയോഗിച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കി. അത് പെട്ടെന്ന് കഴിയണില്ല കണ്ടപ്പോൾ പിന്നെ എൻ്റെ ക്ഷമ അങ്ങോട്ട് നശിച്ചപ്പോൾ ഞാൻ അവസാനം കയ്യോടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ശേഷമല്ലേ പണി പറയുന്നത്, ആ പേപ്പറാണ് നമ്മൾ ഉണക്കിയെടുക്കുക. വെയിലത്ത് വെച്ചിട്ടോ ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് എങ്ങനെയാലും കണ്ട് ഉണക്കിയെടുക്കുക. പിന്നെ ഞാനിതാപ്പോൾ വീഡിയോയിൽ കാട്ടിയ പോലെ സ്ക്വയർ ടൈപ്പിലൊന്ന് വെട്ടിയെടുക്കുക. പിന്നെ മെഷർ ചെയ്യാനൊക്കെ ഉണ്ട്. അത് പറയുന്ന സെൻറ്റിമീറ്റർ പറഞ്ഞാൽ തന്നെ 12 സെൻറ്റിമീറ്ററോ 9 സെൻറ്റിമീറ്ററോ ആണ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് എങ്ങനെ മെഷർ ചെയ്ത് വെട്ടിയെടുക്കാമെന്നൊക്കെ മനസ്സിലാവും. അതിനുശേഷം പറഞ്ഞാൽ ഗ്ലൂ ഉപയോഗിച്ചിട്ട് മടക്കിയിട്ടാണ് ഒട്ടിക്കുക. അതങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വിൻറ്റേജ് എൻവലപ്പാണ് റെഡിയായി. പിന്നെ എൻ്റെ ഒരു കലാവിരുദ്ധം പറഞ്ഞിട്ട് ഞാനതിൽ കുറച്ച് ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്തുക്കണം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ വരുന്ന April 22 പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്തോളും. എന്തായാലും അതിൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അന്നൊക്കെ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇന്നെ അങ്ങോട്ട് ഒന്ന് എത്തിച്ച് തന്നാൽ നന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ.